മാർച്ച് 6-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം താഫ്റ്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷി നിർത്തി ഷിക്കാഗോ സെയിന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. റിലീജിയസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ശ്രീ ജോണി തെക്കേപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു. കത്തീഡ്രൽ ദേവാലയത്തിലെ DRE ശ്രീ തോമസ് മൂലയിൽ, പാരിഷ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെ റിലീജിയസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇത് 6ാമത്തെ സ്കൂൾ വർഷമാണ്. ഈ 6 വർഷം കൊണ്ട് നമ്മൾ പലതും നേടി. നമുക്കറിയാം, നമ്മുടെ റിലീജിയസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ക്നാനായ സമൂഹത്തിൽ, ഷിക്കാഗോ ക്നാനായ സമൂഹത്തിലുണ്ടായ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ആത്മീയ തലത്തിലുള്ള നേട്ടങ്ങൾ വളരെയധികമാണ്. മാർത്തോമാൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരേണമേ എന്ന് ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉണ്മയേഴും നൽകവേ. നോർത്ത് അമേരിക്കൻ ക്നാനായ റീജിയൻ ഡയറക്ടറും ഷിക്കാഗോ ക്നാനായ ഇടവക വികാരിയുമായ മോൺസിഞ്ഞോർ എബ്രഹാം മുത്തോലത്ത്, സീറോ മലബാർ രൂപത ചാൻസലർ ഫാദർ റോയി കടുപ്പിൽ, വികാർ ജനറൽ ജോർജ് മടത്തിപ്പറമ്പിൽ തുടങ്ങി നിരവധി വൈദികരും സന്നിഹിതരായിരുന്നു. Dear Reverend Monsignor George Marathipalli, Vicar General, and all Monsignor Abraham Matharat, Vicar General, and Roy Kadipil, the Chancellor, Vinod Marathipalli, the Finance Officer, and dear fathers, my dear parents and children. First of all, it's a joyful day. I thank the Lord for bringing us together at this call for this special occasion. And also take this moment to congratulate all the children who are going to perform today on this stage. The CCD students, the categorical students, or students of both Sacred Heart Knanaya Church as well as St. Mary's Knanaya Church. And also take this moment to congratulate all the teachers who have been working very hard to have this solemn celebration today. And again, my congratulations go to all the parents of all these children. And it is your effort that this day is made possible. And I take this moment to ask God's special blessings for all of you and your families. And of course, all of us know the CCD DREs as well as the General Coordinator, Jody, and all of them do a wonderful job, and I sincerely greet them, appreciate them, and congratulate them. And above all, of course, all these events are coordinated and organized by our own beloved Achin Mutharatachin, as we all dearly call him. Let us all give him a big hand, please. 6 വർഷങ്ങളായി തുടർച്ചയായി നടത്തപ്പെടുന്ന റിലീജിയസ് എഡ്യൂക്കേഷൻ ഫെസ്റ്റിവൽ മറ്റ് കമ്മ്യൂണിറ്റികൾക്കും ഇടവകകൾക്കും മാതൃകയും പ്രചോദനവുമാണെന്ന് തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് പ്രസ്താവിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ടിസി ഞാറവേലിൽ കലോത്സവത്തെ കാണികൾക്ക് പരിചയപ്പെടുത്തി. I am so humbled and thankful that God Almighty has given us one more day to celebrate and honor His name. Over the last 4 months, myself and the coordinators have been working very hard on these preparations for this wonderful show. We will be showing the 20 various mysteries of the Rosary through a skit, and it will finish off with the teachers' programs and grand finale. Good evening, everybody. പരിശുദ്ധ ജപമാലയുടെ ഓരോ രഹസ്യങ്ങളും വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സായാഹ്നം വളരെ മനോഹരമാക്കുവാൻ വളരെയധികം പേരുടെ ബുദ്ധിമുട്ടുകളും സഹകരണവും ആത്മാർത്ഥ എല്ലാ സഹകരണത്തോടും കൂടി
പൂർത്തിയായ ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരെടുത്ത് അഭിനന്ദനങ്ങൾ പറയുവാൻ സാധിക്കുകയില്ലെങ്കിലും ഈ കലോത്സവം യാഥാർത്ഥ്യമാക്കുവാൻ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെ സെന്റ് മേരീസ് യൂണിറ്റിന് വേണ്ടി സാലി കിഴക്കേക്കുറ്റും അതോടൊപ്പം സേക്രഡ് ഹാർട്ട് സ്കൂളിന് വേണ്ടി ജോസ്മി ഇടുക്കുതറയും സദസ്സിന് പരിചയപ്പെടുത്തി. പ്രോഗ്രാമിനെ പറ്റി ടെസി ഞാറവേലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് വളരെ മനോഹരമായി ഇവിടെ കൊറിയോഗ്രാഫി ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്ത കുട്ടികളെ പേര് വിളിച്ച് അംഗീകരിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. I really appreciate their hard work and dedication for this program. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു തരുന്ന എല്ലാ പേരൻറ് വോളണ്ടിയേഴ്സിനും അതോടൊപ്പം ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ പേരൻസിനും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. റോസറി ദ ബീഡ്സ് ടു ഇറ്റേണിറ്റി, ജപമാല നിത്യജീവനിലേക്കുള്ള മണിമുത്തുകൾ എന്ന ഈ ഷോയിലൂടെ നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ ജനനം, മരണമുദ്ധാനം എന്നിവ വീണ്ടും ആവിഷ്കരിക്കപ്പെടുന്ന ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുവാൻ നിങ്ങളേവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. We, the students of Sacred Heart and St. Mary's Church of Chicago, would like to take you to a journey through the life, death, and resurrection of our Lord and Savior, Jesus Christ. സദ്ഗമയ ജ്യോതിർഗമയ അമൃതം ഗമയ സർവചരാചര ചൈതന്യമേ നാദതാളസ്വരലയമായി നമിപ്പൂ ഞങ്ങൾ. ദൈവപിതാവേകും കാന്തിയാൽ പൂർണ്ണത നേടിയ അമ്മേ വന്ദനം. ദൈവപിതാവേകും കാന്തിയാൽ പൂർണ്ണത നേടിയ അമ്മേ വന്ദനം. സകല പദങ്ങൾക്കും അമ്മയായി വാഴും തന്നെ വിളിക്കുന്ന പഥികനെ തുണയ്ക്കും കന്യാമറിയമേ തായേ. ആ വിളി കേട്ടണയൂ അമ്മേ. ദൈവപിതാവേകും കാന്തിയാൽ പൂർണ്ണത നേടിയ അമ്മേ വന്ദനം. രാജ്ഞി രാജ്ഞി സ്വർഗരാജ്ഞി സദയം കടന്നു വരണേ. തിരുസുതനേശുവെ നീട്ടി ഞങ്ങളുടെ ദുഃഖം നീക്കിത്തരണേ. രാജ്ഞി രാജ്ഞി സ്വർഗരാജ്ഞി സദയം കടന്നു വരണേ. തിരുസുതനേശുവെ നീട്ടി ഞങ്ങളുടെ ദുഃഖം നീക്കിത്തരണേ. സനി പനി സാ സനി പനി സാ നിസരി ഗ സാ നിസരി ഗ സാ സാ സ സാ സ നി 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 പ പ പ പ പ പ ഗ ഗ ഗ ഗ ഗ ഗ പ മ ഗ മ ഗ രി സ നി സ പ മ ഗ മ ഗ രി സ നി സ പ മ ഗ മ ഗ രി സ നി സ.
ആപത്തിൽ തുണയായെത്തും അമ്മേ മാതാവേ, ആശ്രിതർക്കെന്തും അലിവോടേകും മാതാവേ. ജപമാലയുതിർത്തൊരു പ്രാർത്ഥന, അനുഭവമത് വിശ്വാസം. അമ്മ തന്നരികിലിരുന്ന തനയർക്ക് സമാശ്വാസം. സഹരക്ഷകയായി സാന്ത്വനമേകുന്നോരംബികയെ, ആപത്തിൽ തുണയായെത്തും അമ്മേ മാതാവേ, ആശ്രിതർക്കെന്തും അലിവോടേകും മാതാവേ. സന്ദേശമേറ്റുവാങ്ങി നീ സ്വർഗരാജ്ഞിയായി വാഴുന്നു. അഖില ലോകമിന്നൊന്നു ചേർന്നു നിൻ മഹിമയേറ്റേറ്റു പാടുന്നു. ദൈവ സന്ദേശമേറ്റുവാങ്ങി നീ സ്വർഗരാജ്ഞിയായി വാഴുന്നു. അഖില ലോകമിന്നൊന്നു ചേർന്നു നിൻ മഹിമയേറ്റേറ്റു പാടുന്നു. അമ്മേ ആശ്രയമേ, ആപത്തിൽ തുണയായെത്തും അമ്മേ മാതാവേ, ആശ്രിതർക്കെന്തും അലിവോടേകും മാതാവേ. ജപമാലയുതിർത്തൊരു പ്രാർത്ഥന, അനുഭവമത് വിശ്വാസം. അമ്മ തന്നരികിലിരുന്ന തനയർക്ക് സമാശ്വാസം. സഹരക്ഷകയായി സാന്ത്വനമേകുന്നോരംബികയെ, ആപത്തിൽ തുണയായെത്തും അമ്മേ മാതാവേ. അമ്മേ ആശ്രയമേ, അമ്മേ നിറകുടമേ. തോമസൂട്ടി, എൽസമ്മേ, മക്കളെ വാ. നിങ്ങളൊക്കെ എവിടെയാ? വാ കുരിശു വരയ്ക്കാൻ. എന്നിട്ട് വേണം ഒന്ന് കിടക്കാൻ. അപ്പച്ചാ, കുട്ടിച്ചാൻ ആ പീലിച്ചാൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുക. അവിടുന്ന് വരുമ്പോൾ ലേറ്റ് ആകുമായിരിക്കും. കൊള്ളാം കൊള്ളാം. എന്നാ വാ മക്കളെ, ഉള്ളവർക്ക് കുരിശു വരയ്ക്കാം. ഷോ, എൻ്റെ അപ്പച്ചാ ആണ്ട മാനസപുത്രം തുടങ്ങുക. അതുകൂടെ കഴിഞ്ഞിട്ടൊന്ന് കുരിശു വരയ്ക്കാം. ഒരു ഏഷ്യാനെറ്റുമുണ്ട്, ഒരു സീരിയലുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ മാത്രം ആർക്കും സമയമില്ല. എടാ പിള്ളേരെ, എന്നാ നിങ്ങൾ വാ, നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. Appacha, we're not done playing. Anyway, Mummy is watching Mansabuthi. We will come when Mummy comes. കാലം പോയ പോക്കേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പള്ളിയിൽ സന്ധ്യാമണി അടിക്കുമ്പോൾ അമ്മമാർ നടവാതിൽ അടിച്ചു വാരി സന്ധ്യാവിളക്ക് കത്തിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ല സുഖമാണ്. ബാല്യം മുതലേ ഞാൻ വളർന്നു, എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവ്
വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. അമ്മച്ചി മാതാവിൻ ജപമാലയൊരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടൻ കാതിൽ പറഞ്ഞു തന്നു. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുൻപിൽ തിരിവെച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ കൊച്ചു ഹൃദയത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു നിന്നു. മക്കളെ എല്ലാരും ഓടിവാടാ. ലെറ്റ്സ് ഗോ ആൻഡ് പ്രേ. ഐഡിയ സ്റ്റാർസിനോട് തുടങ്ങുന്നതിന് മുമ്പ് കുരിശ് വരെ തീർക്കണം. Can we please pray the short prayer? മക്കളെ, എല്ലാവരും കൂടി ഒന്നിച്ച് പ്രാർത്ഥന ചെല്ലുന്ന കുടുംബങ്ങളിലെ ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. Why do we have to do the rosary every day? എന്നാ പറയാനാ, കുരിശുവരെയും പ്രാർത്ഥനയും പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ അപ്പനും അമ്മയും ചീട്ടുകളിയും സീരിയലുമായി നടന്നാൽ കുഞ്ഞുങ്ങൾ എങ്ങനെ നന്നാകുമെന്നാ പറയുന്നത്. എന്നാൽ പിന്നെ ഈ കുഞ്ഞുങ്ങളെ വേദവാഴ ക്ലാസ്സിൽ കൊണ്ടുവിട്ടിരുന്നെങ്കിൽ അവർക്ക് പറ്റുന്നത് പോലെ പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തേനെ. Oh, can we go to the Sunday school? Yeah. മക്കളെ, അങ്ങനെ വല്ല നല്ല കാര്യവും പറ. നിങ്ങളെ അപ്പച്ചൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അച്ഛനാകുമ്പം കൊന്തയെപ്പറ്റിയും പ്രാർത്ഥനയും എല്ലാം വിശദമായി പറഞ്ഞു പഠിപ്പിക്കും. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതാരൊക്കെയാണ് സിസ്റ്ററിന്റെ കൂടെ വന്നിരിക്കുന്നത്? ഇതേ നമ്മുടെ വലിയ വീട്ടിലെ മത്തായി ചേട്ടൻ്റെ കൊച്ചുമക്കളാ. ഇവരുടെ വലിയൊരു പ്രശ്നം, ഇവരുടെ വല്യപ്പച്ചൻ എപ്പോഴും ഇരുന്ന് കൊന്ത ചെല്ലും. അവരുടെ കൂടെ കളിക്കാൻ അപ്പച്ചനെ കിട്ടുന്നില്ല. So the rosary is your problem? Yeah, Uppington's always doing that bead thing. What's that called? The rosary or something? He always calls us to do that thing with him. You know, there's a lot you should know about the rosary. Have a seat. Well, children, the rosary is the most popular form of prayer. It has been prayed by all ages and races for the past 800 years. Can you believe that it only takes 17 minutes to say one rosary? The actual word rosary means crown of roses. You know, they say that every time we pray the rosary devoutly, we place a crown of 153 red roses and 16 white roses on the heads of Jesus and Mary. Our Lady blesses not only those who pray the rosary, but also those that teach others how to pray the rosary. Now that I've introduced you to the rosary, let me tell you a little about the history of the rosary. Let's go for a little walk. The tradition has it that Our Lady, Mother Mary, appeared to Saint Dominic in the 13th century. Saint Dominic was the founder of a religious order. He went to the forest and prayed unceasingly for 3 days and nights for the conversion of his countrymen who were straying away from God. As a result of his strong prayers, Our Lady appeared to him and told him to pray the rosary as his weapon against this warfare. Then, in the spring of 1916, in Fatima, Portugal, Mother Mary appeared to 3 shepherd children, Lucia and her cousins Jacinda and Francisco. Mother Mary advised them to pray the rosary unceasingly for world peace. We must say the rosary first. All right, you start, Lucia. In the name of the Father, the Son, and the Holy Ghost, amen. I believe in God the Father Almighty. No, let's do it the short way. And wait for the echoes. All right, all together now. Hail Mary!
heading for home. The sun is still out. Was that lightning? Must be. Come on. Hey, come on there. Hurry up. Come on. Hey, come on. Hurry up. Come on. What are you looking at? What's the matter? What was it? What did you see? Look. Over there. I don't see anything. Don't be afraid. I won't hurt you. Come here to me, won't you? Come closer. There, that's better. You're not frightened now, are you? No. Where does Your Excellency come from? I am from heaven. Who are you talking to, Lucia? A lady. I don't see her. Where is she? Here, on the little tree. Don't you hear her? No. Tell him to say the rosary. Then he will see me. She says to say the rosary, Francisco. What is it you want of me? I come to ask you to come here for 6 months in succession, on the 13th day at the same hour. Then I will tell you who I am and what I want. Shall I go to heaven? Yes, you will. And Jacinta? Also, And Francisco? yes, but he will have to say many rosaries. Lucia! I can see her now. I see her plain. Do you wish to offer yourself to God, to endure all the suffering he may please to send you, to help atone for the sins by which he is offended, and to ask for the conversion of sinners? Shall we? Yes, we do. Yes, my lady. Then you will have much to suffer, but the grace of God will be your comfort. My God, my God. I love you in the most blessed sacrament. Say the rosary every day to obtain peace for the world and to end the war. We want to invite you to pray the rosary with us. The rosary is many things, but perhaps the best way to think about the rosary is to think about it as a spiritual place, as an invisible chapel that you can enter into even in a busy time of life. And in a place like this, to enter into silence, into prayerfulness, and to follow the events of the life of our Lord Jesus Christ as they must have been seen by the eyes of his mother. We celebrate the rosary with Mary, but of course that means we celebrate it with Jesus. And we look on him in the mysteries of grace and salvation as his mother and Joseph and the apostles must have seen these events. So quietly enter into your own spirit and join us
as we offer the rosary to God in honor of Christ and his mother. ഒക്ടോബർ മാസം ജപമാല മാസമാണ്. രക്ഷാകര ചരിത്രത്തിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമെന്ന പോലെ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത യാചിക്കുന്ന പ്രാർത്ഥന കൂടിയാണിത്. അഭിഷേകം ചെയ്യപ്പെട്ട കരങ്ങളിലൂടെ അർപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ദിവ്യബലിയെങ്കിൽ, അഭിഷേകം ചെയ്യപ്പെടാത്ത കരങ്ങളിലൂടെ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല. ജപമാല രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് ഞങ്ങളെ ഈ ജപമാല വഴി നയിക്കണമേ. ആമേൻ. ജപമാലയിൽ വാഴുമമ്മേ, പരിശുദ്ധ കന്യകമാതാവേ, നീറുന്ന മനസ്സിന് സാന്ത്വനമായി വന്ന നിർമ്മല സുമമേറാണിയേ, ജപമാലയിൽ വാഴുമമ്മേ, പരിശുദ്ധ കന്യകമാതാവേ, നീറുന്ന മനസ്സിന് സാന്ത്വനമായി വന്ന നിർമ്മല സുമമേറാണിയേ. ജപമാലയിൽ വാഴുമമ്മേ, പരിശുദ്ധ കന്യകമാതാവേ, നീറുന്ന മനസ്സിന് സാന്ത്വനമായി വന്ന നിർമ്മല സുമമേറാണിയേ, ജപമാലയിൽ വാഴുമമ്മേ, പരിശുദ്ധ കന്യകമാതാവേ, നീറുന്ന മനസ്സിന് സാന്ത്വനമായി വന്ന നിർമ്മല സുമമേറാണിയേ. സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തെ മംഗളവാർത്ത അറിയിക്കുന്നു. Do not be afraid, Mary, for you have found favor with God. Come, you will conceive in your womb and give birth to a son, and you will call his name Jesus. How can this be, since I've been with no man? The Holy Spirit will come upon you, and the power from the Most High will overshadow you. And the holy offspring shall be called the Son of God. Son of God. Mary, even your cousin Elizabeth has conceived a son in her old age, for nothing said by God can be impossible. Let it be done to me according to your word.
രണ്ടാം ദൈവരഹസ്യം. പരിശുദ്ധ കന്യകാമറിയം ഏലീശ്വ പുണ്യവതിയെ സന്ദർശിക്കുന്നു. Mary couldn't wait to tell Elizabeth about Gabriel's visit. She left Nazareth at once. When she arrived at Zechariah's house, she called, "Elizabeth, it is me, Mary." When Elizabeth heard Mary's voice, her baby jumped inside her, and the Spirit of God filled her. Elizabeth embraced Mary and said, "Blessed are you among women, Mary, and blessed is the little baby inside you. I am so very happy that the mother of my Lord has come to see me." Mary wondered, how could Elizabeth know about the baby Jesus? I haven't told her yet. But Mary said, "I am so happy because God is my Lord and Savior. Holy is his name." Then Mary prayed, "I will praise the name of the Lord forever. I will rejoice in my God and Savior. The Lord will be merciful to me and to all his children. I shall love him with all my heart."
സമ്മാനം ഈശോ തന്നുടെ അമ്മ നീ, എന്റെ അമ്മ നാവിൽ വരച്ച അമ്മ എന്ന നാമം നീ, എന്റെ അമ്മ നാവിൽ വരച്ച അമ്മ എന്ന നാമം നീ. ഈശോ നൽകിയ സമ്മാനം ഈശോ തന്നുടെ അമ്മ നീ, ഈശോ നൽകിയ സമ്മാനം ഈശോ തന്നുടെ അമ്മ നീ, എന്റെ അമ്മ നാവിൽ വരച്ച അമ്മ എന്ന നാമം നീ, എന്റെ അമ്മ നാവിൽ വരച്ച അമ്മ എന്ന നാമം നീ. ഈശോ നൽകിയ സമ്മാനം ഈശോ തന്നുടെ അമ്മ നീ, എന്റെ അമ്മ നാവിൽ വരച്ച അമ്മ എന്ന നാമം നീ, എന്റെ അമ്മ നാവിൽ വരച്ച അമ്മ എന്ന നാമം നീ. മൂന്നാം ദൈവരഹസ്യം. പരിശുദ്ധ കന്യാമറിയം ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഈശോയ്ക്ക് ജന്മം നൽകുന്നു. ഉണ്ണി പിറന്നു ഈ മണ്ണിൽ മനുജനു ശാന്തിയാ, വനവൃന്ദം മേഘരാജിയിൽ പാടി വരുന്നിതാ. മനുജനു സുവാർത്തയായി വലിയൊരു സന്തോഷമായി, ജാതനായി ഭൂവിൽ ദൈവപുത്രൻ രക്ഷാ സന്ദേശമായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിറന്നു ഈ മണ്ണിൽ മനുജനു ശാന്തിയാ, വനവൃന്ദം മേഘരാജിയിൽ പാടി വരുന്നിതാ. ഉണ്ണി പിറന്നു ഈ മണ്ണിൽ മനുജനു ശാന്തിയാ. സ്വർഗസങ്കീർത്തന മാല്യവുമായി വാനദൂതന്മാരെത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, സന്മനസ്സുള്ളോർക്കാനന്ദം. മനുജ
ജനസുവാർത്തയായി വലിയൊരു സന്തോഷമായി ജാതനായി ഭൂമിൽ ദൈവപുത്രൻ രക്ഷാ സന്ദേശമായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉണ്ണി പിറന്നു ഈ മണ്ണിൽ മനുജനു ശാന്തിയായി. വാനവൃന്ദം മേഘരാജിയിൽ പാടി വരുന്നിതാ. ഉണ്ണി പിറന്നു ഈ മണ്ണിൽ മനുജനു ശാന്തിയായി. ഹല്ലേലൂയ 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 കുഞ്ഞിളം മക്കൾക്ക് കൂട്ടായിരിക്കുന്ന ഈശോ ഉണ്ണീശോ എന്നും തന്നെ പാടിയുറക്കി ഉണർത്തുന്ന ഈശോ ഉണ്ണീശോ. മക്കൾക്ക് കൊട്ടായിരിക്കുന്ന ഈശോ ഉണ്ണീശോ എന്നും തന്നെന്നം പാടിയുറക്കി ഉണർത്തുന്ന ഈശോ ഉണ്ണീശോ. കുഞ്ഞിളം മക്കൾക്ക് കൊട്ടായിരിക്കുന്ന ഈശോ ഉണ്ണീശോ എന്നും തന്നെന്നം പാടിയുറക്കി ഉണർത്തുന്ന ഈശോ ഉണ്ണീശോ. നന്മയുള്ള സ്നേഹം നൽകി നല്ല വചനങ്ങൾ നൽകി നല്ലവനാം ഈശോ എന്റെ കൂട്ടുകാരനാ. നന്മയുള്ള സ്നേഹം നൽകി നല്ല വചനങ്ങൾ നൽകി നല്ലവനാം ഈശോ എന്റെ കൂട്ടുകാരനായി. അവനെന്നും കൂടെയെങ്കിൽ എനിക്കെല്ലാം ഭാഗ്യമേ. അവനെന്നും കൂടെയെങ്കിൽ എനിക്കെല്ലാം ഭാഗ്യമേ. കുഞ്ഞിളം മക്കൾക്ക് കൊട്ടായിരിക്കുന്ന ഈശോ ഉണ്ണീശോ എന്നും തന്നെന്നം പാടിയുറക്കി ഉണർത്തുന്ന ഈശോ ഉണ്ണീശോ. സന്തോഷം നിത്യം നൽകുന്നൊരീശോ തണലായി തുണയായി കനവായി അവനെന്നും കൂടെയെങ്കിൽ എനിക്കെല്ലാം ഭാഗ്യമേ. അവനെന്നും കൂടെയെങ്കിൽ എനിക്കെല്ലാം ഭാഗ്യമേ. കുഞ്ഞിളം മക്കൾക്ക് കൊട്ടായിരിക്കുന്ന ഈശോ ഉണ്ണീശോ എന്നും തന്നെന്നം പാടിയുറക്കി ഉണർത്തുന്ന ഈശോ ഉണ്ണീശോ. നാലാം ദൈവരഹസ്യം ഈശോയെ ദൈവാലയത്തിൽ സമർപ്പിക്കുന്നു. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാണ്. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും.
പുഞ്ചിരി തൂകുന്നോരമ്മേ, പൈതങ്ങൾ ഞങ്ങളെ കാൺക. പുഞ്ചിരി തൂകുന്നോരമ്മേ, പൈതങ്ങൾ ഞങ്ങളെ കാൺക. കൺമണി പോലെ തിരുസുതനെ കാത്തു സൂക്ഷിച്ചോരമ്മേ, வாழ்க 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 வாழ்க. കൺമണി പോലെ നിൻ തിരുസുതനെ കാത്തു സൂക്ഷിച്ചോരമ്മേ, ഞങ്ങളെ കാത്തു സൂക്ഷിക്കാം. പറയൂ എന്നമ്മേ, നിൻ സുതനോടെന്നെ കുറവെല്ലാം നീക്കി പുതുവീഞ്ഞാക്കാം. പറയൂ എന്നമ്മേ, നിൻ സുതനോടെന്നെ കുറവെല്ലാം നീക്കി പുതുവീഞ്ഞാക്കാം. നിൻ തിരു കൈകളിൽ ഈശോയെ ലാളിച്ചു കൈ പിടിച്ചവനെ നടത്തിയല്ലോ. നിന്റെ മാറിലെ മുലയൂട്ടിയവനെ മാറോടു ചേർത്തു വളർത്തിയല്ലോ. അമ്മേ തരണേ നിൻ മധുര സ്നേഹം മാറോടു ചേർത്ത് അള്ളിപ്പീടിക്കാം. അമ്മേ തരണേ നിൻ മധുര സ്നേഹം മാറോടു ചേർത്ത് അള്ളിപ്പീടിക്കാം. പറയൂ എന്നമ്മേ, നിൻ സുതനോടെന്നെ കുറവെല്ലാം നീക്കി പുതുവീഞ്ഞാക്കാം. കാറ്റും കോളും കൊടുങ്കാറ്റായി മാറുമ്പോൾ അമ്മേ കിടണേ നിൻ സാന്ത്വനം. പാപബന്ധനം ശാപമായേറുമ്പോൾ ശക്തി ചൊരിയട്ടെ നിൻ മാധ്യസ്ഥം. അമ്മേ തരണേ നിൻ മധുര സ്നേഹം മാറോടു ചേർത്ത് അള്ളിപ്പീടിക്കാം. അമ്മേ തരണേ നിൻ മധുര സ്നേഹം മാറോടു ചേർത്ത് അള്ളിപ്പീടിക്കാം. പുഞ്ചിരി തൂകുന്നോരമ്മേ, പൈതങ്ങൾ ഞങ്ങളെ കാൺക. കൺമണി പോലെ നിൻ തിരുസുതനെ കാത്തു സൂക്ഷിച്ചോരമ്മേ, வாழ்க 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 வாழ்க. കൺമണി പോലെ നിൻ തിരുസുതനെ കാത്തു സൂക്ഷിച്ചോരമ്മേ, ഞങ്ങളെ കാത്തു സൂക്ഷിക്കാം. പറയൂ എന്നമ്മേ, നിൻ സുതനോടെന്നെ കുറവെല്ലാം നീക്കി പുതുവീഞ്ഞാക്കാം. പറയൂ എന്നമ്മേ, നിൻ സുതനോടെന്നെ കുറവെല്ലാം നീക്കി പുതുവീഞ്ഞാക്കാം. അഞ്ചാം ദൈവരഹസ്യം. കാണാതായ ഈശോയെ ദൈവാലയത്തിൽ കണ്ടെത്തുന്നു.
ഉണ്ണീശയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മയിൽ നിന്നും അവൻ വേർപിരിഞ്ഞു. ഉണ്ണീശയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മയിൽ നിന്നും അവൻ വേർപിരിഞ്ഞു. അമ്മ നനച്ചു കുഞ്ഞ് താതനോടൊത്തെന്ന്, താതനോർത്തു അവൻ അമ്മയോടൊത്തെന്ന്. കണ്ടെത്തി 3-ാം ദിനം ദേവാലയത്തിൽ, കണ്ടെത്തി 3-ാം ദിനം ദേവാലയത്തിൽ. ഉണ്ണീശയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മയിൽ നിന്നും അവൻ വേർപിരിഞ്ഞു. അമ്മ നനച്ചു കുഞ്ഞ് താതനോടൊത്തെന്ന്, താതനോർത്തു അവൻ അമ്മയോടൊത്തെന്ന്. കണ്ടെത്തി 3-ാം ദിനം ദേവാലയത്തിൽ, കണ്ടെത്തി 3-ാം ദിനം ദേവാലയത്തിൽ. പൊന്നോമന മകനെ എന്തു ചെയ്തു നീ, താതനുമി ഞാനും ഇത്ര വേദനിച്ചു. പൊന്നോമന മകനെ എന്തു ചെയ്തു നീ, താതനുമി ഞാനും ഇത്ര വേദനിച്ചു. ഉണ്ണിതന്റെ അമ്മയോട് പ്രതിവചിച്ചുടൻ, ഉണ്ണിതന്റെ അമ്മയോട് പ്രതിവചിച്ചുടൻ. എന്റെ പിതാവിൻ ഭവനത്തിലായിരുന്നു ഞാൻ, എന്റെ പിതാവിൻ ഭവനത്തിലായിരുന്നു ഞാൻ. തിരുകുടുംബം ഒന്നു ചേർന്നു വീട്ടിലേക്ക് പോയി, ദൈവപുത്രൻ അനുസരണയിൽ മാതൃകയായി. തിരുകുടുംബം ഒന്നു ചേർന്നു വീട്ടിലേക്ക് പോയി, ദൈവപുത്രൻ അനുസരണയിൽ മാതൃകയായി. ദൈവത്തിനും മനുഷ്യർക്കും മാതൃകയായി വളർന്നവൻ ഉണ്ണീശോ എന്നും നമ്മുടെ കൊച്ചു സ്നേഹിതൻ. ഉണ്ണീശോ എന്നും നമ്മുടെ കൊച്ചു സ്നേഹിതൻ.
പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, ഈശോ മാമോദീസ സ്വീകരിക്കുന്നു. സുതൻ മാമോദീസ മുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. യോർദാൻ നദിയിൽ ദേവസുതൻ മാമോദീസ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. പുത്രനിതാ സംപ്രീതൻ ജ്ഞാനീ സുതനിൽ. ദൈവത്തിൻ പ്രിയപുത്രനിതാ സംപ്രീതൻ ജ്ഞാനീ സുതനിൽ. പാവനനാദം മുഖരിതമായി വാഴ്ത്തി പാടാം തിരുനാമം. പാവനനാദം മുഖരിതമായി വാഴ്ത്തി പാടാം തിരുനാമം. യോർദാൻ നദിയിൽ ദൈവസുതൻ മാമോദീസ മുങ്ങുമ്പോൾ വിണ്ണിൻ വാതിൽ തുറക്കുന്നു. വാഴ്ത്തി പാടാം തിരുനാമം, വാഴ്ത്തി പാടാം തിരുനാമം. It is I who needs to be baptized by you. Why do you come to me? It is important that you baptize me now. By doing this, we show others the right thing to do. When Jesus came up out of the water, the heavens opened, and the Spirit of God came down upon him like a dove. Then a voice came from heaven, saying, This is my Son. I love him, and I am very pleased with him. രണ്ടാം ദൈവരഹസ്യം, കാനായിൽ ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. അതിരികളേറെ വന്നു ചേർന്നു വിരുന്നുശാലയിൽ അവർ നിരന്നു. നൃത്തവും പാട്ടും ഘോഷവുമായി ഗൃഹനാഥൻ
സന്തോഷവാൻ. അതിഥികളേറെ വന്നു ചേർന്നു വിരുന്നുശാലയിൽ അവർ നിരന്നു. നൃത്തവും പാട്ടും ഘോഷവുമായി ഗൃഹനാഥൻ ഓ സന്തോഷവാൻ. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു. പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു. പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. വരു 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 നിരനിരയായി വരു വരു. വിരുന്നിനായി വന്നവർക്കായി വിളമ്പുവാൻ വേണ്ടുവോളം വീഞ്ഞില്ല എന്ന വാർത്ത യേശു അറിഞ്ഞു. വിരുന്നിനായി വന്നവർക്കായി വിളമ്പുവാൻ വേണ്ടുവോളം വീഞ്ഞില്ല എന്ന വാർത്ത യേശു അറിഞ്ഞു. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു. പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു. പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. യേശു ഒഴിഞ്ഞു ഭരണിയെല്ലാം വെള്ളമൊഴിച്ചു നിറയ്ക്കു വേഗം. അന്നവൻ അത്ഭുതമായി പച്ചവെള്ളം വീഞ്ഞാക്കി. ഉണർവായി നാട്ടിലെങ്ങും ഉത്സവമായി. അന്നവൻ അത്ഭുതമായി പച്ചവെള്ളം വീഞ്ഞാക്കി. ഉണർവായി നാട്ടിലെങ്ങും ഉത്സവമായി. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു. പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു. പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. അതിഥികളേറെ വന്നു ചേർന്നു വിരുന്നുശാലയിൽ അവർ നിരന്നു. നൃത്തവും പാട്ടും ഘോഷവുമായി ഗൃഹനാഥൻ ഓ സന്തോഷവാൻ. കാനായിൽ കല്യാണത്തിനു വിരുന്നു വന്നു. പൊന്നീശോ മാതാവും ശിഷ്യരുമൊപ്പം. മൂന്നാം ദൈവരഹസ്യം. ഈശോ ദൈവരാജ്യം പ്രഘോഷിക്കുന്നു. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are they that mourn, for they will be comforted. Blessed are the meek, for they will inherit the earth. Blessed are they which do hunger and thirst after righteousness, for they will be filled. Blessed are the merciful, for they will receive mercy. Blessed are the pure in heart, for they will see God.
Blessed are the peacemakers, for they will be called the children of God. Blessed are those who are persecuted for righteousness' sake, for theirs is the kingdom of heaven. Blessed are you when people revile you and persecute you, and utter all kinds of evil against you falsely on my account. Rejoice and be glad, for your reward is great in heaven, for in the same way they persecuted the prophets who were before you. Everyone who listens to these words of mine and acts on them will be like a wise man who built his house on a rock. What a new teaching. Really great. Amazing. Never heard such a teaching before. Look, a leper! Go away! How dare you come here? Master, don't touch him! Lord, if you wish, you can make me clean. I will do it. Be made clean. Oh, my Lord! My God! Oh, my Lord! My God! See that you tell no one, but go show yourself to the priest and offer the gift that Moses prescribed. That will be proof for them. What's happening? Where are you going? To see Jesus. He is there. Come and see. The one who healed the leper, blind man, and the deaf. Jesus of Nazareth. He is my only hope. Yes, he is truly our only hope. Can you take me to Jesus? If only I touch him, I will be healed. So many years of pain. I am suffering from hemorrhage for 12 years. Hemorrhage? How dare you touch him? You can't. Woman, you should not touch him. Stop! If I only touch his garment, I will get well. I want to touch him. I will touch him. Oh, my Lord, I'm tired.
Please help me. Who touched my clothes? You see the crowd pressing in on you. How can you say, "Who touched me"? Someone touched me, for I noticed that power had gone out from me. I had been suffering from hemorrhage for 12 years. It was so painful. I believed if I could at least touch your clothes, I would be healed. So I touched you, and you made me well. Take heart, daughter. Your faith has made you well. Go in peace. My Lord, my God. My Lord and my God. നാലാം ദൈവരഹസ്യം. ഈശോ രൂപാന്തരപ്പെടുന്നു. Jesus took Peter and the brothers James and John with him. They went up on a very high mountain where they could be alone. There, in front of the disciples, Jesus was completely changed. His face was shining like the sun, and his clothes became much whiter than any bleach on earth could make them. All at once, Moses and Elijah were there talking with Jesus. Moses, the great deliverer and lawgiver, and Elijah, God's premier prophet, now spoke with Jesus about the exodus by which he would deliver his people from the bondage of sin, fulfilling the old covenant and God's promise of salvation. Peter and the other 2 disciples had been sound asleep. All at once they woke up and saw how glorious Jesus was. They also saw the 2 men who were with him. Moses and Elijah were about to leave when Peter said to Jesus, "Master, it is good for us to be here. Let us make 3 shelters, one for you, one for Moses, and one for Elijah." But Peter did not know what he was talking about. Peter's idea was not appropriate, because Jesus had a lot of work to finish in his few remaining days on earth. While Peter was still speaking, the shadow of a cloud passed over and covered them. From the cloud a voice said, "This is my son, and I love him. Listen to what he says." The same words spoken from heaven at Jesus' baptism. This was no mere man, but the very Son of God who was transfigured. At once the disciples looked around, but they saw only Jesus. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു
പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയാക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവിന്റെ എല്ലാരും വരുവിൻ. നമ്മുടെ ശ്രീയേശു, ഈ കാട്ടുമുല്ല പൂവിലുണ്ടു നമ്മുടെ പൊന്നേശു. ഈ ഞാറ്റുവേല പാട്ടിലുണ്ടു നമ്മുടെ ശ്രീയേശു, ഈ കാട്ടുമുല്ല പൂവിലുണ്ടു നമ്മുടെ പൊന്നേശു. 5 അപ്പം 5000 കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. 5 അപ്പം 5000 കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. ഗുരുവല്ലേ കൃപയല്ലേ കുരിശേറുമ്പോൾ ചെയ്തതും ത്യാഗമല്ലേ. ഇനി നമുക്ക് ദൈവം കരുണയാണെന്നു വിളിച്ചു ചൊല്ലുവന. ഇനി മരിക്കുവോളം അഭയമേകാൻ കുരിശുമുദ്ര മതി. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവിന്റെ എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവനടിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയാക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവിന്റെ എല്ലാരും വരുവിൻ. 5-ാം ദൈവരഹസ്യം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. കാൽവരിയാഗപീഠമൊരുങ്ങി ബലിയർപ്പിക്കാനണഞ്ഞിടുവിൻ. കാൽവരിയാഗപീഠമൊരുങ്ങി ബലിയർപ്പിക്കാനണഞ്ഞിടുവിൻ. എരിയും തിരിയായി വിടരും മലരായി ജീവിതം തിരുമുൻപിലേകിടാം. എരിയും തിരിയായി വിടരും മലരായി ജീവിതം തിരുമുൻപിലേകിടാം. കാൽവരിയാഗപീഠമൊരുങ്ങി ബലിയർപ്പിക്കാനണഞ്ഞിടുവിൻ. 5-ാം ദൈവരഹസ്യം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. 6-ാം ദൈവരഹസ്യം. 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 6-ാം
നിർമ്മല ഹൃദയത്തോടീ ബലിയിൽ പങ്കാളികളായി ചേരാം. നിർമ്മല ഹൃദയത്തോടീ ബലിയിൽ പങ്കാളികളായി ചേരാം. ഉയരും ധൂപസമാനം പ്രാർത്ഥന ഉള്ളിനുള്ളിലുയർത്താം. ഉയരും ധൂപസമാനം പ്രാർത്ഥന ഉള്ളിനുള്ളിലുയർത്താം. കാൽവരിയാക പീഠമൊരുങ്ങി ബലിയർപ്പിക്കാനണഞ്ഞിടുവിൻ.
പെസഹ കുഞ്ഞാടാകും മിശിഹ പരിഹാരത്തിൻ ബലിയായി. പെസഹ കുഞ്ഞാടാകും മിശിഹ പരിഹാരത്തിൻ ബലിയായി. സ്വയമന്നേകിയ തിരുബലിയിൽ നാം ആത്മവിശുദ്ധിയോടണയാ. സ്വയമന്നേകിയ തിരുബലിയിൽ നാം ആത്മവിശുദ്ധിയോടണയാ. കാൽവരിയാക പീഠമൊരുങ്ങി ബലിയർപ്പിക്കാനണഞ്ഞിടുവിൻ. എരിയും തിരിയായി വിടരും മലരായി ജീവിതം തിരുമുൻപിലേകിടാം. എരിയും തിരിയായി വിടരും മലരായി ജീവിതം തിരുമുൻപിലേകിടാം. കാൽവരിയാക പീഠമൊരുങ്ങി ബലിയർപ്പിക്കാനണഞ്ഞിടുവിൻ. Then, at the proper time, Jesus and the 12 apostles sat down together at the table. I have looked forward to this hour with deep longing, anxious to eat this Passover meal with you before my suffering begins. For I tell you now that I won't eat it again until it comes to fulfillment in the kingdom of God. Then he took a cup of wine, and when he had given thanks for it, he said, Take this and share it among yourselves, for I will not drink wine again until the kingdom of God has come. Then he took a loaf of bread, and when he had thanked God for it, he broke it in pieces and gave it to the disciples, saying, This is my body, given for you. Do this in remembrance of me. After supper, he took another cup of wine and said, This wine is the token of God's new covenant to save you, an agreement sealed with the blood I will pour out for you. But here at this table, sitting among us as a friend, is the man who will betray me. For I, the Son of Man, must die, since it is part of God's plan. But how terrible it will be for my betrayer. Then the disciples began to ask each other which of them would ever do such a thing. And they began to argue among themselves as to who would be the greatest in the coming kingdom. Jesus told them, In this world, the kings and great men order their people around, and yet they are called friends of the people. But among you, those who are the greatest should take the lowest rank, and the leader should be like a servant. Normally the master sits at the table and is served by his servants. But not here, for I am your servant. You have remained true to me in my time of trial. And just as my Father has granted me a kingdom, I now grant you the right to eat and drink at my table in that kingdom. And you will sit on thrones, judging the 12 tribes of Israel.